ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. കല്ലുകൾ സുജൂദ് ചെയ്യുന്നുണ്ട്, പർവ്വതങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്, നാൽക്കാലികൾ സുജൂദ് ചെയ്യുന്നുണ്ട്, മരങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട്, സൂര്യന് സുജൂദ് ചെയ്യുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുമ്പോ പക്ഷേ രണ്ട് കാലുള്ള മനുഷ്യനുണ്ടല്ലോ, കാലുള്ള മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരിൽ പടച്ചവന് ഒരു വിഭാഗം അല്ലാഹുവിന് സുജൂദ് ചെയ്യാതെ നടക്കുമ്പോ എന്റെ ചെറുപ്പക്കാരാ, പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന സമയത്ത് സുജൂദ് ചെയ്യുന്ന സമയത്ത് നീ സൂക്ഷ്മത പുലർത്തണേ, നല്ലതുപോലെ സുജൂദ് ചെയ്യണേ. സുജൂദ് ചെയ്യുന്ന സമയത്ത് നിന്റെ സുജൂദിന്റെ അവയവങ്ങൾ മുഴുവനും നീ ഭൂമിയിലേക്ക് നല്ലതുപോലെ വെക്കണേ. നമുക്കറിയാം സമസ്തയുടെ പ്രവർത്തകരുണ്ട്. സമസ്തയുടെ ട്രഷറർ ആയിരുന്ന പാറന്നൂർ ഉസ്താദ്, അല്ലാഹു ഇവിടുത്തെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പാറന്നൂർ ഉസ്താദിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കണം. അവിടുത്തെ സ്മരണിക നമ്മളൊക്കെ CM വലിയുല്ലാഹി മക്കാമിലേക്ക് കടന്നു പോകും. അവിടുത്തെ മുദരിസും അവിടുത്തെ ഖതീബും പ്രിയപ്പെട്ട ഉസ്താദിന്റെ മകനാ മജീദ് ബാക്കവി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പ്രിയപ്പെട്ട ഉസ്താദിന്റെ വീട്ടിൽ ഒരിക്കൽ കടന്നു പോകുമ്പോ പ്രഭാഷണമൊക്കെ തുടങ്ങുന്ന സമയം ഞാനവിടെ കടന്നു പോകുമ്പോ അവിടുത്തെ ഉറൂസിന് പോകുമ്പോൾ വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ ഒരു ചെറിയ വീടാ, കൊട്ടാരങ്ങളൊന്നും ഇല്ല. ആ ചെറിയ വീടിനകത്തേക്ക് കയറുമ്പോൾ ഒരു കയറിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഒരു കയറിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. പള്ളിയുടെ മുന്നിലൊക്കെ നമ്മൾ മടവൂരൊക്കെ പോകുമ്പോ അങ്ങനെ ഒരു കയറ് കാണാം, ഇങ്ങനെ പിടിച്ചു കയറാൻ. അതുപോലെ ഒരു കയറിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. ഒരു ചെറിയ ഒരു തടിയുടെ കട്ടില് പോലെ എന്തോ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞു, വാപ്പ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിൽ പിടിച്ചിങ്ങനെ എഴുന്നേക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന സമയത്ത് വാപ്പായ്ക്ക് അവസാനം വന്നപ്പോ സുജൂദ് ചെയ്യാനും കഴിയാതെ വന്നപ്പോൾ വലിയ പ്രയാസം കണ്ടപ്പോ മകൻ ചോദിച്ചു, അത്ര ഒരു കസേരയിട്ട് നിസ്കരിച്ചൂടെ, ഇത് ഏത് കിതാബിലാടാന്നാ വെച്ചേ. പാപ്പ മകനോട് ചോദിച്ച ചോദ്യം ഏത് കിതാബിലാ, ഇത് ഏത് കിതാബിന്റെ അകത്ത് എഴുതി വെച്ച് ഇങ്ങനെ നിസ്കരിക്കാൻ? സാധാരണ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് കിതാബിലാ, കണ്ടെങ്കിൽ എനിക്കൊന്ന് കാണിച്ചതാ എന്ന് അവിടെ നിന്ന് ചോദിച്ചു എന്ന് ചരിത്രം പറയുന്നു. സാധാരണ ആളൊന്നുമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മരിക്കുന്നതിന്റെ തലേ ദിവസം വൈകുന്നേരം ഉച്ച കഴിഞ്ഞപ്പോ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കുകയാ. വീടും പരിസരമൊക്കെ വൃത്തിയാക്കി മക്കള് വന്നിട്ട് ചോദിച്ചു, എന്തേ വാപ്പ നാളെ കല്യാണം വല്ലതും ഉണ്ടോന്ന്? വീടും പരിസരവും വൃത്തിയാക്കുന്നല്ലോ, എന്തേ നാളെ കല്യാണം വല്ലതും ഉണ്ടോ? ആ നാളെ മനസ്സിലാവും. എന്റെ പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം എന്തിനു വേണ്ടിയാ ഒരുക്കിയിട്ടത്? അന്ന് വൈകുന്നേരത്ത് ഉസ്താദ് അവറുകൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്, ഒരുപാട് അനുഭവങ്ങൾ അവിടെ നിന്ന് പറയുന്നു. അന്ന് രാത്രിയാണ് മരണപ്പെട്ടു പോയത്. പിറ്റേ ദിവസം മയ്യത്ത് കാണാൻ വരുന്നവർക്ക് സൗകര്യമാകാനാ വീടിന്റെ മുൻഭാഗം ഒരുക്കിയിട്ടത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി സുജൂദ് ചെയ്യുന്നവർ, ഈ ഭൂമിയിൽ അവിടെ ഇരുന്നിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവര്, ആ സുജൂദിന് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? ആ സുജൂദിന്റെ അടയാളമുണ്ടല്ലോ, നിന്റെ മുഖത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ സുജൂദിന്റെ അടയാളമുണ്ടല്ലോ, നിന്റെ മുഖത്ത് കാണാ ചെറുപ്പക്കാരാ, നിന്റെ മുഖത്ത് കാണാ പെങ്ങള്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അസിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദാ യബ്തഗൂന ഫളിലൻ മിനല്ലാഹി വറിദ്വാനാ. പരിശുദ്ധമായ ഖുർആൻ അവിടെ പറയുകയാ, സുജൂദിന്റെ ഫലമായി അവരുടെ അടയാളങ്ങൾ അവരുടെ മുഖങ്ങളിൽ കാണുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയോ. സുജൂദ് ചെയ്തവരുടെ മുഖത്ത് അവരുടെ അടയാളങ്ങൾ കാണോ. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ പടച്ചവനെ ചിലരുടെ മുഖത്ത് ഈ ദുനിയാവിൽ വെച്ച് നോക്കുമ്പോ നമസ്കരിച്ച് സുജൂദിന്റെ തഴമ്പുകൾ അവരുടെ നെറ്റിത്തടത്തിൽ കാണുമല്ലോ. അതൊരു അലങ്കാരമാണല്ലോ, അതൊരു ഭംഗിയാണല്ലോ, അതൊരു പ്രകാശമാണല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അവരുടെ മുഖങ്ങളിൽ അടയാളം കൊണ്ടുള്ള ഒരു അടയാളങ്ങൾ കാണുമെന്ന് അവിടെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, എങ്ങനാ സഹോദരാ അടയാളമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? അല്ലാഹ്
അവരുടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമോ, അവരുടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമോ. അല്ലാഹുവിന്റെ മുന്നിൽ 5 നേരം സുജൂദ് ചെയ്യുന്നവരുണ്ടല്ലോ, അവർ ഈ ദുനിയാവിലൂടെ നടക്കുമ്പോ പടച്ചവന് അവരുടെ മുഖത്തൊരു പ്രകാശം കാണാ, ഒരു വല്ലാത്ത ഭയഭക്തി കാണാ, ഒരു വല്ലാത്ത വിനയം കാണാ. അത് അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ഒരു പ്രതിഫലമാ. നെഞ്ചു വിരിച്ച് നടക്കുന്നവനത് കിട്ടണമെന്നില്ല. അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ചിലപ്പോൾ തഴമ്പ് കാണാറില്ല, ചിലപ്പോൾ തഴമ്പ് കാണാറില്ല, പക്ഷേ ഒരു ഈമാനികമായ ചൈതന്യമുണ്ടല്ലോ, ഒരു ഈമാനികമായ പ്രകാശമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചില ഉസ്താദന്മാരെ കാണുമ്പോൾ, ചില പ്രായമുള്ളവരെ കാണുമ്പോ അറിയാതെ കൈപിടിച്ച് മുത്തുമല്ലോ, ദുആ വസിയത്ത് ചെയ്യുമല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അത് സുജൂദ് ചെയ്തതിന്റെ ഒരു പ്രകാശമാ. എത്രയോ പണ്ഡിതന്മാരെ അറിയാ, എത്രയോ മഹത്തുക്കളെ നിങ്ങൾക്കറിയാ. പഠിച്ചവര് എന്തൊരു പ്രകാശമാണ് തമ്പുരാര്. മുഖത്ത് നോക്കുമ്പോ തന്നെ വല്ലാത്ത ഒരു പ്രകാശമാണ്. എന്തിനാ കൂടുതൽ പറയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യന് സുബഹി നമസ്കരിച്ചാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് സുബഹി നമസ്കരിച്ചാൽ അവന്റെ മുഖത്ത് ഈമാനിന്റെ ഒരു പ്രകാശമുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ചില ആൾക്കാരുടെ മുഖത്ത് സുബഹി നമസ്കരിച്ചവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ ഈമാനിന്റെ ഒരു പ്രകാശം കാണാം. അല്ലെങ്കിൽ നല്ല ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ, അവനിങ്ങനെ സുബഹി നമസ്കരിച്ചവനാണെങ്കിൽ അവനെ കാണുമ്പോൾ ചോദിക്കും, എന്താണ് മുഖത്ത് വല്ലാത്തൊരു പ്രകാശം, വലിയ സന്തോഷം, ഗ്ലാമർ കൂടിയത് കൊണ്ടല്ല. കണ്ണാടിയുടെ മുന്നിൽ പോയി നോക്കിയിട്ട് പടച്ചവൻ ഇന്നലെ രാത്രി കിടന്നപ്പോ ഇത്രയും സൗന്ദര്യം ഇല്ല, നേരം വെളുത്തിട്ട് നോക്കുമ്പോ ഇത്രയും സൗന്ദര്യം. മോനെ, അത് സുബഹി നിസ്കരിച്ചപ്പോ അല്ലാഹു നിന്റെ മുഖത്ത് തന്ന ഈമാനിന്റെ ഒരു പ്രകാശമാണെന്ന് മഹാനായ നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിലോ നിസ്കരിക്കാതെ സുന്ദരിയായ, ഇന്നലെ രാത്രി പൗഡറും ഇട്ട് നല്ലതുപോലെ വസ്ത്രവും ധരിച്ച് അത്തറും തേച്ച് ഭർത്താവിന്റെ കൂടെ കിടപ്പറയിൽ കടന്നുറങ്ങിയ ഭാര്യ രാവിലെ അടുക്കളയിലേക്ക് എഴുന്നേറ്റ് വരുമ്പോ ഇങ്ങനെ ഇരിക്കുക, എന്ത് പറ്റിയിട്ട് നിനക്ക് വയ്യേ? കാരണം എന്തേ? സുബഹി നിസ്കരിച്ചിട്ടില്ല. സുബഹി നിസ്കാരം പോലും നിസ്കാരം കൊണ്ടവന്റെ മുഖത്ത് പ്രകാശമുണ്ടെങ്കിൽ ചില ഉസ്താദന്മാരെ കാണുമ്പോൾ, ചില പ്രായമുള്ളവർ, ചിലപ്പോൾ അറിവൊന്നും കാണില്ല, താടിയൊക്കെ വളർത്തി പള്ളിയിൽ ഇരിക്കുന്നത് കാണുമ്പോ തന്നെ ഒരു ഭംഗി. അവര് നടന്നു വന്ന എഴുന്നേറ്റ് നിൽക്കും. നമ്മളെ കാണുമ്പോ എല്ലാരും എഴുന്നേക്കാൻ വേണ്ടി സ്വന്തം ഫ്ലെക്സ് അടിച്ചു വെക്കുന്നവരാ നമ്മള്. ആളുകൾ നമ്മളെ ബഹുമാനിക്കണം, ആദരിക്കണം. എങ്കിലും നിങ്ങളൊക്കെ ചിന്തിച്ചു നോക്ക്, പഴയ കാലങ്ങളിൽ ചില വാപ്പമാരെ കണ്ട ബഹുമാനം, ചില വാപ്പമാരെ കണ്ട ബഹുമാനം, അവരെ കണ്ടാൽ ആദരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊന്നും പൈസ കൊടുത്തു വാങ്ങിച്ചതല്ല. അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്തപ്പോ അള്ളാഹു അവരുടെ മുഖത്ത് പ്രകാശം കൊടുത്തു, വിനയം കൊടുത്തു. അഹങ്കാരമില്ല, ധിക്കാരമില്ല, നന്ദികേടില്ല. അവരെ കാണുമ്പോ അവരുടെ മുഖത്തൊരു ചൈതന്യം കാണും. അവരുടെ കയ്യിൽ പിടിച്ചു ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും, അവരുടെ കയ്യിൽ പിടിച്ചു മുത്തം കൊടുക്കും. ഇതൊക്കെ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഒരു അനുഗ്രഹം. സുജൂദ് ചെയ്താൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹു അവരുടെ മുഖത്ത് പ്രകാശം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്നുള്ളവരൊക്കെ അങ്ങനെ കാണാറില്ല. ഇന്നുള്ള ഉപ്പമാരുടെ മുഖത്ത് നോക്കി അങ്ങനെ വല്ല കാണുവോ? കാണത്തില്ല. കാരണം എന്തേ? പാപ്പ സുജൂദ് ചെയ്യുന്നില്ല, എല്ലാം കസേരയിൽ ഇരുന്നിട്ട് കുനിയിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അല്ലാഹു കാക്കുമാറാകട്ടെ. സത്യമല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു, സുജൂദ് ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒന്നാമത്തെ നേട്ടം, അവന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം, ഒരു ഈമാനിന്റെ ചൈതന്യം അള്ളാഹു കൊടുക്കുമെന്ന പരിശുദ്ധമായ സാമീപ്യം നേടാൻ അള്ളാഹു പാപം പൊറുക്കും. ഇതുപോലെ ചില നന്മകൾ ചെയ്യുന്ന സമയത്ത് പാപങ്ങൾ പൊറുക്കും. അപ്പൊ ഒരാൾ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 ഞാൻ വിശദീകരിക്കുന്നില്ല. 4 അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ മുന്നിൽ
അള്ളാഹു ഒരു പദവി കൊടുക്കും. ഏറ്റവും ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, നമ്മളിൽ എത്രയോ പേര് നിസ്കരിക്കുന്നവരുണ്ട്. ഓർമ്മ വെച്ച കാലം മുതൽ നിസ്കരിക്കും ഉസ്താദന്മാര്. ഞങ്ങളൊക്കെ ഒന്നാമത്തെ ഇമാമന്മാരല്ലേ, ഞങ്ങളുടെ പുറകെ നിന്നല്ലേ നിസ്കരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ചില ആൾക്കാരുടെ മുഖത്ത് നിസ്കാരത്തിന്റെ ഒരു തഴമ്പ് കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കണം. ചില ആൾക്കാരുടെ മുഖത്ത്, ചില ചെറുപ്പക്കാരുടെ മുഖത്ത് വരെ നിസ്കാരം തഴമ്പ് കാണാം. വല്ലാത്തൊരു അത്ഭുതം. അള്ളാഹുവിന്റെ മുന്നിൽ ഒരു പദവി. അവനെ കാണുമ്പോ നമുക്ക് തമാശയില്ല തോന്നുന്നത്. ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് നിസ്കാര തഴമ്പ് കാണുമ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ മുഖത്ത് വല്ലാത്ത ഒരു സന്തോഷം. നമ്മൾ അവനെ കളിയാക്കാറില്ല. ചിലര് പറയും പായിൽ വരച്ചുണ്ടാക്കിയതാണ്, ചിലര് പറയും പായിൽ ഒരച്ചുണ്ട്. എന്താണ് നീ ഒന്ന് ഒരച്ചുണ്ടാക്കുക? അതുപോലെ ഒന്നും. ചില ചെറുപ്പക്കാരുടെ നെറ്റിത്തടത്തിൽ സുജൂദിന്റെ അടയാളം കാണുമ്പോ കളിയാക്കും. അവൻ പായിലിട്ട് തറയിലിട്ട് ഒരച്ച തഴമ്പുണ്ടാവും. ആരാ പറഞ്ഞേ? ഒന്നൊരച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യര് അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പദവി എന്തെന്നറിയുമോ? ഏതാൾക്കാരുടെ ഇടയത്തിലാണെങ്കിലും, എത്ര പ്രായമുള്ളവരുടെ ഇടയിലാണെങ്കിലും നിസ്കാര തടമ്പുള്ള ഒരുത്തരെ കണ്ടാ അത് തറയിൽ ഉരച്ചുണ്ടാക്കിയതാണെങ്കിലും അവനെ കാണുമ്പോ ഒരു ബഹുമാനമാണ്. ചെറുപ്പക്കാരാ, അവനോ നമ്മൾ പോലും ചിന്തിക്കും, അല്ലാഹുവേ ഞങ്ങൾക്കില്ലല്ലോ അല്ലാ പറയുകയാ. അവനാ പടച്ചറപ്പവനൊരു പദവി കൊടുക്കുകയാണ്. സുജൂദ് ചെയ്യുന്നവൻ അല്ലെന്നറിയുമോ? നമസ്കരിക്കുന്ന സമയത്തിന്റെ ചെറുപ്പക്കാര് ചിന്തിക്കണം, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് ചിന്തിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണെന്നുണ്ട്, അതാത് യഥാർത്ഥത്തിൽ പ്രവാചകനോട് സ്നേഹമുണ്ടോടാ പൊന്നുപോര്? നമ്മളിൽ ആർക്കാണ് അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമുള്ളത്? എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ മസ്ജിദ് നബവിയിലോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരികയാ പൊന്നുമോര്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് സൗബാനം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനാണ്. വല്ലാത്ത സുന്ദരനാണ്, വല്ലാത്ത ആരോഗ്യമുള്ളവനാണ്. സൗബാനം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ പ്രവാചകന് വല്ലാത്ത പ്രയാസമാ. അവിടുന്ന് വലിയ ദുഃഖം തോന്നുകയാ. അവിടുന്ന് വല്ലാത്ത ദുഃഖമാണ്. സൗബാനം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അടുത്ത് വിളിക്കുകയാ. എന്തേ നിനക്ക് പറ്റിയത്? നീ വല്ലാത്ത സൗന്ദര്യമുള്ളവനായിരുന്നല്ലോ, ആരോഗ്യവാനായിരുന്നല്ലോ, നിന്റെ ശരീരം മുഴുവനും കറുത്തു പോയല്ലോ, എല്ലുകൾ വെളിയിൽ കാണുന്നല്ലോ, എല്ലും തോലുമായല്ലോ, എന്തേ നിനക്ക് സംഭവിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുകയാ, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയത്? എല്ലും തോലുമായി പോയല്ലോ, സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ, വല്ല രോഗവുമുണ്ടോ സൗവാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുമ്പോ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ സൗബാനം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, എനിക്കൊരു രോഗവുമില്ല നബിയേ, പക്ഷേ മനസ്സിലൊരു വിഷമമുണ്ട് നബിയേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സൗബാനം എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവിടുന്ന് ചോദിക്കുകയാ, നിന്റെ പ്രയാസം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സൗബാനം എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അവിടുന്ന് ചോദിക്കും, അല്ലാഹുവിന്റെ നബിയേ, അങ്ങയുടെ മുന്നിലിരുന്ന് പ്രഭാഷണം കേൾക്കുമ്പോൾ അങ്ങ്
അങ്ങയെ കാണുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് നബിയേ, എനിക്ക് വല്ലാത്ത സന്തോഷമാണ് നബിയേ. പക്ഷേ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സമാധാനമില്ല നബിയേ, ഒരു സമാധാനമില്ല. രാത്രി ഞാൻ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്ത്? ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. പേടിക്കണ്ട സൗവാനോ, നാളെ നീ എന്റെ കൂടെയോ, നാളെ നീ എന്റെ കൂടെയോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഈ വാഴ്ചകൾക്കാർ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിന്റെ വിരൽ മുതൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ കിടക്കുന്ന സ്വർഗ്ഗമുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗ്ഗത്തിന്റെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് റസൂലുള്ളാഹി പറഞ്ഞല്ലോ. സഹാബാ, നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കണേ. സ്വർഗ്ഗം എന്താ എന്നല്ല ചോദിക്കേണ്ടത്, അല്ലാഹുവേ നീ എനിക്ക് സ്വർഗ്ഗം താ എന്നല്ല ചോദിക്കേണ്ടത്. അല്ലാഹുവിനോട് ചോദിക്കണം, അല്ലാഹുവേ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം തരണേ എന്ന് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സ്വർഗ്ഗത്തിൽ പോയാൽ ഏത് സ്വർഗ്ഗത്തിൽ പോണം? ആട് കരയണ ഉറച്ചവന് സ്വർഗത്തിൽ ആടുണ്ട് ഇല്ലേ? സ്വർഗത്തിൽ ആടില്ലേ? ഉണ്ടോ? നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? സ്വർഗത്തിൽ ആടില്ലേ? ഇബ്രാഹിം നബി തന്റെ പൊന്നാര മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറക്കാൻ കത്തിവെച്ചപ്പോ ആട് എവിടുന്നാ വന്നേ? പറ മനുഷ്യ, നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? ആട് എവിടുന്നാ വന്നേ? ലേലം വിളിക്കാനുള്ള ആടാ? എന്താ ഷാഫി ലേലം വിളിക്കാനുള്ളതാ? സ്വർഗത്തിൽ ആട് മേടിച്ചിട്ട് വേണം എന്ന് പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആടിനെ എന്താ മട്ടൻ തിന്നാൻ മാത്രം പഠിച്ചാ പോരാ. ആട് ബർക്കത്തുള്ള ജീവിയ. ആട് പറമനുഷ്യ, ആട് ലോകത്ത് കടന്നു വന്ന സർവ പ്രവാചകന്മാരും ആടുമേച്ചവരാ. ആട് മേക്കാത്ത പ്രവാചകനുണ്ടോ? ഏകദേശമുള്ള സർവ പ്രവാചകന്മാരും ആടുമേച്ചവരാ. ആടുമേച്ചാ കിട്ടുന്നൊരു ഗുണം എന്തെന്നറിയോ? എന്താ ഗുണം? എന്താപ്പാ ഗുണം? ശരിയിരിക്കുന്നവർ പറ. ഉസ്താമാരോട് വെച്ചില്ല. എന്താ ഇപ്പൊ ആടിനെ മേച്ചാ കിട്ടുന്ന ഗുണം എന്താ? അറബി നാട്ടിൽ പോയി ആട് മേച്ചവനോട് ചോദിച്ചാൽ മതി. ആടിനെ മേച്ചാ കിട്ടുന്ന ഒരു ഗുണം അവനെ പോലെ ക്ഷമയുള്ള വേറെ ആരും ഈ ലോകത്ത് കാണത്തില്ല. വല്ലാത്ത ക്ഷമ കിട്ടും. കാരണം എന്തേ? ഒരെണ്ണത്തിനെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് നിർത്തുമ്പോ അടുത്തത് അങ്ങോട്ട് പോകും, അതിനെ കൊണ്ടുവരുമ്പോ ഇത് അങ്ങോട്ട് പോകും. എന്തിനും ചെയ്യാൻ പറ്റുമോ? പ്രവാചകന്മാര് മുഴുവനും ആട് മേച്ചവരാ. ആട് ബർക്കത്തുള്ള ജീവിയ. അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. വീട്ടിൽ ആടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. മലയാളം മനസ്സിലാവണില്ല. ആടെന്ന് തന്നെയല്ലേ പറയാ? മറ്റയുടെ ഭാഷയെ പറഞ്ഞ എങ്ങനെ ചോദിക്കും? വേണ്ടപ്പാ അടച്ചവനെ, അത് ചോദിച്ചിട്ട് ഇനി വേറെ എന്തെങ്കിലും ആവണ്ട. വീട്ടിൽ ആടിനെ വളർത്തുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. TV ഉള്ളവരൊക്കെ ഒന്ന് പൊക്കിക്കേ. ഒരു ഹദീസ് തന്നെ കാണാം. 4 കാര്യങ്ങൾ ആരുടെ വീട്ടിലുണ്ടോ അവിടെ ബർക്കത്തുണ്ടെന്ന. ബുഖാരി മുസ്ലിം ഒന്നും ചോദിക്കരുത്, സഹീഹായ ഹദീസാണെന്നൊന്നും ചോദിക്കരുത്. ഹദീസിൽ കാണാം 4 കാര്യങ്ങൾ ഏത് ഭവനത്തിലാണോ ഉള്ളത് അവരുടെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന. അതിൽപ്പെട്ട ഒന്നാണ് അശ്ശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബർക്ക. ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനെ വളർത്തിയ പറ ചങ്ങാതി, എന്തിനെ വളർത്തിയ? ആടിനെ വളർത്തുവോ? പിന്നെ ഞാൻ ലക്ഷങ്ങളും കോടികളും കൊടുത്ത് വീടുണ്ടാക്കിയിരിക്കുന്നത് ആടിനെ കടക്കാനല്ലേ. ആമിനായെ കടത്തിയിട്ട് എന്ത് കിട്ടി? ആടിനെ കടത്തുന്നത് പോകട്ടെ, ആമിനായെ കടത്തിയിട്ട് എന്ത് കിട്ടി? സമാധാനം ഉണ്ടോ?
സമാധാനമുണ്ടോ? ആമിനായുടെ കൂടെ കിടക്കുന്നതിന് മുമ്പ് ആടിന്റെ കൂടെ കിടന്നിരുന്നെങ്കിൽ സമാധാനം കിട്ടിയേനെ എന്ന് പറയുന്നവരുണ്ട്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. പെണ്ണുങ്ങൾ സ്വർണം തരത്തില്ല, ആമീൻ പറ. അള്ളാഹു സാലിഹത്താക്കി തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാർ സന്തോഷം. ഇന്നൊരു ചെറുപ്പക്കാരൻ, എനിക്ക് വലിയ സങ്കടം തോന്നി. ഇന്നൊരു ചെറുപ്പക്കാരൻ ഞാനൊരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോ അവന്റെ കരച്ചിൽ കണ്ടിട്ട് റബ്ബേ സങ്കടം തോന്നുക. ഇങ്ങനത്തെ പെണ്ണുങ്ങളുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. നമ്മുടെ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരന്റെ കണ്ണീര് കണ്ടപ്പോ അവൻ കരയ, കൊച്ചു കുഞ്ഞ്. നമ്മളൊക്കെ ഈ ഉസ്താദന്മാരുടെ മുന്നിലൊക്കെ പെണ്ണുങ്ങൾ വിളിച്ചിട്ട് പറയും, ഉസ്താദെ ഭർത്താവ് വേറെ പെണ്ണ് കെട്ടി, ചെലവിന് തരുന്നില്ല, പെണ്ണുങ്ങളുമായിട്ട് അവിഹിത ബന്ധമുണ്ട്, എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്ന് കരച്ചില. ആ കരച്ചിൽ കേൾക്കുമ്പോ തന്നെ സങ്കടം തോന്നും. പക്ഷെ ഇന്ന് ഞാനൊരു ചെറുപ്പക്കാരന്റെ കണ്ണ് നിറയുന്നത് കണ്ടു, അവന്റെ ഭാര്യ കാരണം. അള്ളാഹുവേ, ഇങ്ങനെയും ചിലതുണ്ടല്ലോ. അള്ളാഹു കാക്കുമാറാകട്ടെ.